സ്വന്തം കുടുംബത്തിൽ തന്നെ സ്നേഹവും ആത്മാർത്ഥതയും ഇല്ലാത്തവരുണ്ടായാ എന്ത് ചെയ്യാൻ പറ്റും? അബി, ആന്റി പറയുന്നതിലും കാര്യമുണ്ട്. അമ്മയ്ക്കും അത് തന്നെയാണല്ലോ താല്പര്യം. നമ്മളെ അടി നീ തീർക്കണ്ട. എത്രയാ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തിയിട്ട് മീരയ്ക്കത് കൊടുത്തോളൂ. അത് വക്കീലിനെ തന്നെ ഏൽപ്പിച്ചാൽ മതി. എല്ലാം ലീഗലായിട്ട് നടക്കട്ടെ. മീര, മുകുന്ദേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്. സംഭവബഹുലമായ ജീവിതം മീരയുടേതല്ലേ, എന്റേതൊരു സാധാരണ ജീവിതം. എന്താ മീര ആലോചിക്കുന്നത്? ചില കാര്യങ്ങൾ സന്തോഷമുള്ളത് സംഭവിച്ചിട്ടുണ്ട്. ആണോ? എന്താ അത്? ദേവ ബിൽഡേഴ്സ് എന്ന കമ്പനി പാർട്ടീഷൻ നടത്തി ആദർശേട്ടൻ എന്റെ പേരിൽ കമ്പനി തുടങ്ങിയില്ലേ? ആ കമ്പനി ഡിസോൾവ് ചെയ്ത് ഇപ്പൊ പഴയതുപോലെ ഒറ്റ കമ്പനിയായി, ദേവ ബിൽഡേഴ്സ് മാത്രം. അത് കൊള്ളാലോ. അതറിഞ്ഞപ്പോ എനിക്ക് സന്തോഷായി. നല്ല കാര്യമാണല്ലോ. സങ്കടങ്ങൾക്കിടയിലും സന്തോഷം കിട്ടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അതെ, കമ്പനി രണ്ടായപ്പോ ആദർശേട്ടന്റെ അമ്മ ഒരുപാട് വിഷമിച്ചിരുന്നു. ഇപ്പൊ അത് വീണ്ടും ഒന്നായപ്പോ അമ്മയുടെ സങ്കടം മാറിയിട്ടുണ്ടാവും. അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പാർട്ടീഷനേക്കാളും അവരെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ പിരിയുന്നതിലാണെങ്കിലോ? അതുകൊണ്ടാണല്ലോ ഇപ്പൊ കമ്പനി ഒന്നായത്. ശരിയാ, അതുകൊണ്ടാവും കമ്പനി ഒന്നാക്കാൻ അഭിജിച്ച് സമ്മതിച്ചത്. ആയിരിക്കാം. എന്നാലും താൻ അതിൽ സന്തോഷിക്കുന്നത് മനസ്സിൽ അത്രയും നന്മ ഉണ്ടായതുകൊണ്ടാണ്. അതല്ല മോന്തേട്ടാ, ഞാൻ അമ്മയുടെ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്. അത് അന്ന് അമ്മ വിഷമിക്കുന്നത് ഞാൻ കണ്ടതുകൊണ്ടാ. വളർത്തി വലുതാക്കിയ സ്വന്തം മക്കൾ സ്വത്തിന്റെ പേരിൽ രണ്ടാവുന്നത് കാണുമ്പോ ആർക്കായാലും അത് സഹിക്കാൻ പറ്റില്ലല്ലോ. ഓരോ മനുഷ്യർക്കും ഓരോ കാര്യത്തിലാണ് ശ്രദ്ധ. അവർ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അഭിരാമിയുടെ മനസ്സിൽ ആ സമയത്ത് എന്തായിരുന്നു എന്നും നമുക്കറിയില്ല. മീരയെ തോൽപ്പിക്കുക എന്നതാവാം അഭിരാമിയുടെ ലക്ഷ്യം. എന്നെ തോൽപ്പിക്കാൻ ഞാൻ ആരോടും മത്സരത്തിനില്ലല്ലോ. മീര മത്സരിക്കുന്നില്ല, പക്ഷേ മീരയോട് മത്സരിക്കാൻ അഭിരാമി ഉണ്ടാവും. അതാണ് ഇത്ര വാശി. അറിയില്ല, ഞാൻ അതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല മോന്തേട്ടാ. പിന്നെ ഇനി ജീവിതം എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാനെല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നു. അതുമാത്രമേ എനിക്കറിയൂ. എനിക്ക് വേണ്ടതും വേണ്ടാത്തതും എന്താന്ന് ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ. മീരയുടെ ഈ തീരുമാനമാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ടത്. നമ്മളാൽ കഴിയുന്ന കർമ്മങ്ങൾ, നമ്മളിലേക്ക് വന്നു ചേരുന്ന കർമ്മങ്ങൾ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഭഗവാൻ നമ്മളെ ഏൽപ്പിക്കുന്നതാ. എനിക്ക് വേണ്ടത് ഒരു ജോലിയാണ്. അതിനുവേണ്ടി അന്വേഷണങ്ങളൊക്കെ ആരംഭിക്കണം. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനും ജീവിക്കാനും സാധിക്കണം. ഉടനെ തന്നെ ഡിവോഴ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഭാര്യയായിട്ട് ഞാൻ മാറാൻ പാടില്ല. മീര നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചാണ് ജീവിക്കുന്നതെന്ന്. അങ്ങനെയുള്ളപ്പോ ഈ രീതിയിൽ ഒരുപാടൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. മനുഷ്യരുണ്ടാക്കിയ തീരുമാനങ്ങൾക്ക് മേലെയാണ് ഈശ്വരന്റെ തീരുമാനങ്ങൾ. അതിനെ മറികടക്കാൻ ഒരു ശക്തിക്കുമാവില്ല. ആർക്കും ചിന്തിക്കാൻ പോലും ആവാത്ത രീതിയിൽ സാഹചര്യങ്ങളും സംഭവങ്ങളും മാറി മറിയുന്നത് നമ്മൾ എത്രയോ തവണ കണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാലം തന്നെ നമുക്ക് കാണിച്ചു തരും. മീര പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വന്നോളൂ. ശരി. നമ്മുടെ വിവാഹത്തിന് എല്ലാവരും അനുകൂലമായി നിന്ന സമയത്താ ഇങ്ങനൊരു സത്യം സൂരജ് തുറന്നു പറഞ്ഞേ. ഈ കാര്യം അറിയുന്നതോടെ എല്ലാവർക്കും എന്നോട് ദേഷ്യമാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനെല്ലാം തുറന്നു പറഞ്ഞത്. ഒരുപാട് തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ആവർത്തിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ
നമ്മൾ ഒന്നിച്ച് ഒരു ജീവിതം തുടങ്ങുമ്പോൾ എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കണം. ആരെയും പറ്റിച്ചുകൊണ്ടാവരുത് നമ്മുടെ ജീവിതമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിൻ്റെ പേരിലായിരുന്നു ആ തുറന്നു പറച്ചിൽ. സൂരജിന് എനിക്ക് വിശ്വാസമാണ്. ഒരു സമയത്ത് സൂരജ് തെറ്റായ വഴികളിൽ പോയത് അകലെ നിന്നാലും ഞാൻ തിരിച്ചറിഞ്ഞതാ. പക്ഷേ അതിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതാണ് അന്നെല്ലാം സൂരജ് തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ ഷോക്കായി പോയത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടുകാരനുസരിച്ച് എന്നിൽ നിന്ന് അകലണമെന്ന് വിദ്യ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല സൂരജ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലത് കേട്ടപ്പോൾ ഞെട്ടലുണ്ടായെങ്കിലും എല്ലാം തുറന്നു പറയാൻ സൂരജ് കാണിച്ച മനസ്സും ധൈര്യവും ഞാൻ മനസ്സിലാകാതെ പോകില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പോലെ എന്റെ വീട്ടിലുള്ളവരാരും സൂരജിനെ മനസ്സിലാക്കില്ലല്ലോ. അതിന് അവരെ തെറ്റ് പറയാൻ പറ്റില്ല. ആർക്കായാലും ഇതൊന്നും ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റല്ല. അതെ, എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന മുത്തശ്ശിയും അച്ഛനും ഇപ്പൊ നമ്മുടെ ബന്ധത്തിനെതിരാ. തറവാട്ടിലെ വിഗ്രഹം മുത്തശ്ശിക്ക് ജീവനേക്കാൾ വിലപ്പെട്ടതാ. അതെനിക്കറിയാം വിദ്യയെ. അതുകൊണ്ട് തന്നെയാ എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറയണമെന്ന് അന്ന് ഞാൻ വിദ്യയോട് പറഞ്ഞത്. ഈ ഒരു കടമ്പ കൂടി കടന്നു കിട്ടിയ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നുണകൾ പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ച് മനസ്സിൽ കുറ്റബോധവും എന്തെങ്കിലും ആരെങ്കിലും എല്ലാം അറിയുമെന്നുള്ള ഭയവുമായി ടെൻഷനോടെ ഉറക്കമില്ലാത്ത രാത്രികളുമായിട്ട് ജീവിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ആഗ്രഹിച്ചതെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും എല്ലാം തുറന്നു പറയുമെന്ന് ഞാൻ ഉറപ്പിച്ചത്. അപ്പോഴും താനെ ഞാൻ മനസ്സിലാക്കുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു. അത് സംഭവിച്ചല്ലോ. ഇനി വീട്ടിലുള്ളവരുടെ കാര്യമല്ലേ, അവർക്കും എന്നെ മനസ്സിലാവും. ചിലപ്പോൾ അതിന് കുറച്ച് സമയമെടുത്തേക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതേ നമുക്കിപ്പോൾ ചെയ്യാനുള്ളൂ. എല്ലാവരും സൂരജിനെ മനസ്സിലാക്കുന്നത് വരെ കാത്തിരിക്കണമെന്ന് പറയാൻ തന്നെ ഞാൻ വന്നത്. അത് മനസ്സിലാക്കി സൂരജ് ഇങ്ങോട്ട് പറഞ്ഞല്ലോ. ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിലും സ്വഭാവത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തും. നമ്മളറിയാതെ പല മനുഷ്യരും നമ്മളെ സ്വാധീനിക്കുകയും ചെയ്യും. എനിക്കുണ്ടായ മാറ്റങ്ങളെല്ലാം ഞാൻ പോലും അറിയാതെ സംഭവിച്ചതാണ്. അതെല്ലാം നല്ലതിനു വേണ്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കാന്ന് കാത്തിരുന്ന് നമുക്ക് കാണാമല്ലേ. അങ്ങനെ ജീവിതത്തിൽ വരുന്ന പോലെ വരട്ടെ എന്ന് ചിന്തിച്ച് ഒന്നും ചെയ്യാതിരിക്കാൻ പാടില്ലല്ലോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. എല്ലാത്തിനും ഒരു പുതിയ തുടക്കം വേണം. പക്ഷേ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഞാനിനി എന്ത് ചെയ്യണമെന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. അതിനൊരു ഉത്തരം കണ്ടെത്തണം. സൂരജിന് ശരിയെന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്യുക. എന്തിനായാലും ഞാൻ കൂടെയുണ്ട്. ആദർശേട്ടനും മീരയും തമ്മിൽ പിരിയുന്ന സ്ഥിതിക്ക് ഇനി ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് പുതിയ ജോലി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ബിസിനസ് എന്തെങ്കിലും നോക്കണം. സൂരജിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അതെന്താണെന്ന് പറയാൻ ഇവിടെ ഒരു മടിയുള്ളതുപോലെ തോന്നുന്നല്ലോ. സത്യ താൻ പറഞ്ഞത്. ആണോ? എങ്കിൽ പറ, എന്താ അത്? ഹരിയേച്ചൻ മുമ്പ് എപ്പോഴും പറയുമായിരുന്നു ഹരിയേച്ചൻ്റെ കൂടെ നിൽക്കാൻ, ആ ബിസിനസ് പഠിച്ച് അത് ഏറ്റെടുത്ത് ചെയ്യാൻ. അന്നൊന്നും എനിക്ക് അതിനോട് ഒരു താല്പര്യവും തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഹരിയേച്ചനോട് എനിക്ക് സമ്മതമാണോ എന്ന് പറഞ്ഞാലോ എന്ന് ചിന്തിക്കുക. തൻ്റെ അഭിപ്രായം എന്താ? എനിക്ക് സമ്മതമാണ്. അതൊരു നല്ല ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നു. ഹരിയെങ്കിലും അതൊരു വലിയ ആശ്വാസമായിരിക്കും. ഞാനിക്കാര്യം വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ആദ്യമായി തന്നോടാ പറയുന്നത്. സൂരജിക്കാരും വീട്ടിൽ പറയും, അവർക്കും വലിയ സന്തോഷാവും. ശരി, ഞാൻ പറയാം. എല്ലാം ശരിയാവും സൂരജ്. എല്ലാം സംഭവിക്കുന്നത് നല്ലതിനാ. ധൈര്യമായിട്ടിരിക്കുക.
സാറായിരുന്നു. വരൂ. ആ സാറിരിക്കെ. ആ വക്കീലായിരുന്നോ? മീര മേഡം ഇല്ലേ? ആ ഉണ്ടല്ലോ. വിളിക്കണോ? ഒന്ന് വിളിക്കൂ. ഞാൻ വിളിക്കാം. ആ എന്താ വക്കീലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല, എല്ലാം ഓക്കെയാ. ഞാൻ കമ്പനിയിലെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. കമ്പനിയിലെ കാര്യങ്ങളോ? അതിന് മീരയിപ്പം കമ്പനിയിലൊന്നും ഇല്ലല്ലോ. മീരയുടെ പേരിലുണ്ടായിരുന്ന കമ്പനി അവർ ഡിസോൾവ് ചെയ്തല്ലോ. അതെ, ഇപ്പോൾ വീണ്ടും അവിടെ ദേവ ബിൽഡേഴ്സ് മാത്രമായി. ആ അതെന്തായാലും ഒരു നല്ല തീരുമാനമായിരുന്നു. അഭിരാമിയുടെ വാശിയും വഴക്കും കാരണം അവിടെ കമ്പനിയും സ്വത്തുക്കളൊക്കെ രണ്ടായിട്ട് പിരിച്ചപ്പോൾ എനിക്ക് നല്ല സങ്കടമായിരുന്നു. എല്ലാം ചെയ്തു വെച്ചിട്ട് സംഭവിച്ചതിനെല്ലാം അഭിരാമി മീരമോളെയാണ് കുറ്റം പറഞ്ഞത്. മീര കാരണമാണ് അവിടെ പാർട്ടീഷൻ നടന്നെന്ന് വരെ പറഞ്ഞു. ഇപ്പോൾ അതെല്ലാം ഒന്നാക്കി. അതും മീര പോയത് കൊണ്ട് ശരിയാക്കി എന്നാകും അഭിരാമി പറഞ്ഞു പരത്തുക. എന്നാലും സാരമില്ല, പരസ്പരം വഴക്കും പിണക്കവുമായി സഹോദരങ്ങൾ അകന്നു കഴിയാതെ ഒന്നായി ഇരിക്കുമല്ലോ. അതെ. ആ മാഡം, സുഖമല്ലേ മാഡം? മീര ബിൽഡേഴ്സ് ഡിസോൾവ് ചെയ്ത കാര്യമൊക്കെ അറിയാലോ അല്ലേ? അറിയാം, ഞാനതും സൈൻ ചെയ്തല്ലേ. എന്നാലും കമ്പനി നിർത്തി ഒരു പാർട്ട്ണറെ ഒഴിവാക്കുമ്പോൾ നിയമപരമായി പോകുന്ന ആൾക്ക് കമ്പനി നൽകുന്നൊരു കോമ്പൻസേഷൻ ഉണ്ട്. അത് മാഡത്തിന് നൽകിയിട്ടില്ല. എനിക്കെന്തിനാ തരുന്നേ? കമ്പനി തുടങ്ങിയപ്പോൾ എന്നോട് അനുവാദം പോലും ചോദിക്കാതെയാ എന്നെ കമ്പനിയുടെ പാർട്ട്ണറാക്കിയതും എന്റെ പേര് കമ്പനി കിട്ടതും. ഇപ്പൊ എന്നെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ നിയമപരമായി എന്റെ സൈൻ വേണ്ടിടത്തെല്ലാം ഞാൻ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതിൽ നിന്ന് എനിക്കിനി തുക വേണമെന്ന് എന്ത് അവകാശത്തിലാണ് ഞാൻ പറയാ? ഇനി അവരത് തന്നാലും വാങ്ങാനുള്ള അർഹത എനിക്കില്ല. അങ്ങനെ പറയരുത്. മാഡത്തിന് വേണ്ടി എല്ലാവരോടും സുഭദ്ര മേഡമാണ് സംസാരിച്ചത്. അങ്ങനെയാണ് നിയമപരമായ സെറ്റിൽമെന്റ് കമ്പനിയുടെ കാര്യത്തിൽ നടത്താൻ തീരുമാനിച്ചത്. അതുപ്രകാരം ഒരു ചെക്ക് മാഡത്തിന് തരാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. മാഡം അത് സ്വീകരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അത് വാങ്ങാനുള്ള ഒരു അർഹതയും എനിക്കില്ല. അതൊക്കെ ശരിയാണ്. വിവാഹമോചനം നേടിയപ്പോഴും കമ്പനിയിൽ നിന്ന് ജോലി നിർത്തി ഇറങ്ങിയതിനൊന്നും മാഡം പണമൊന്നും സ്വീകരിച്ചില്ല. അതിനെല്ലാം കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു തുക ഈ ചെക്കിൽ എഴുതിയിട്ടുണ്ട്. ഇത് മതി മാഡത്തിൻ്റെ ഫ്യൂച്ചർ സാമ്പത്തികമായി സെറ്റിലാകാൻ. ഇത്രയും നല്ലൊരു അവസരം ഈശ്വരനായിട്ട് തരുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? വക്കീല് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു മോളെ. വേണ്ട ബീനാമ്മ, ഈ പണം വാങ്ങാനും മാത്രം കമ്പനിക്ക് വേണ്ടി ഞാൻ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. സുഭദ്രാമ്മ എനിക്ക് വേണ്ടി സംസാരിച്ചതിൽ നന്ദിയുണ്ടെന്നും, പക്ഷേ ഈ തുക എനിക്ക് വേണ്ടാന്ന് പറഞ്ഞെന്നും പറയണം. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? വേണ്ട, ഇക്കാര്യത്തിൽ ഇനി ഒരു ആലോചനയും വേണ്ട. അത് തിരിച്ചു കൊടുത്തോളൂ. ശരി, എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. മോളെ, ആ പണം വാങ്ങാമായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. മോൾക്കിനി ഒരു വിവാഹമൊക്കെ ആലോചിക്കുമ്പോൾ ചെലവ് കൂടുതലായിരിക്കും. എത്രയൊക്കെ ആയാലും അടുത്തതൊരു രണ്ടാം കെട്ടാ. വരുന്ന ആളുകളും ആ രീതിയിലുള്ളവർ തന്നെയായിരിക്കും. അതേസമയം കുറച്ച് പണം അധികം കൊടുത്താ ചിലപ്പോൾ ആദ്യമായി കല്യാണം കഴിക്കുന്നവരും വന്നെന്നിരിക്കും. അതിനൊക്കെ ആ പണം ഉപകരിച്ചേനെ മോളെ. ഞാനതിന് ഇനി വിവാഹം കഴിക്കുന്നുണ്ടെന്ന് എപ്പോഴാ പറഞ്ഞ്?
അതിപ്പോ കുറച്ചുനാൾ കഴിഞ്ഞ് എന്തായാലും ഒരു വിവാഹമൊക്കെ നടത്തണ്ടേ? വേണ്ട ബിനമ്മ, ഇനി എന്റെ ജീവിതത്തിൽ ഒരു വിവാഹമൊന്നുമില്ല. ഒരു ജോലി നേടണം, പിന്നെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നോക്കി പ്രാർത്ഥനയായിട്ട് ജീവിതം കഴിയണം. അത്രേ ഉള്ളൂ. അവളെന്താ അങ്ങനെ പറഞ്ഞത്? അതൊന്നും ഹരിയേട്ടൻ കാര്യമായിട്ട് എടുക്കണ്ട. അതൊക്കെ ഇപ്പോഴത്തെ ഒരു ചൂടിൽ പറയുന്നതാ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും. ദേ, ഹരിയേട്ടൻ സമാധാനമായിട്ടിരിക്കെ. കമ്പനി പിരിഞ്ഞതിന്റെ വീതവും കൊടുത്ത് മീരയുടെ വീട്ടിലേക്ക് ആളെ അയക്കേണ്ടെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ. അപ്പൊ ആരും കേട്ടില്ല. ഇപ്പൊ ആ വക്കീല് പോയതുപോലെ തന്നെ തിരിച്ചു വന്നത് കണ്ടോ? നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്തു. അത് സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും അവരുടെ ഇഷ്ടം. മീര അന്തസ്സോടെ പെരുമാറി. മീര എന്തായാലും ഇത് സ്വീകരിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെന്തിനാ മീരയ്ക്ക് കമ്പനിയുടെ പങ്ക് കൊടുക്കണമെന്ന് ആന്റി വാശി പിടിച്ചത്? ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കി അത് മുതലെടുക്കാൻ ശ്രമിക്കരുത്. അത് അംഗീകരിച്ചു തരാൻ എനിക്ക് കഴിയില്ല. മീരയുടെയും ഹരിയുടെയൊക്കെ സ്വഭാവ ഗുണത്തിന് മുന്നിൽ നമ്മൾ എപ്പോഴും തോറ്റുപോയിട്ടേ ഉള്ളൂ ചേച്ചി. അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. നമ്മൾ ഒരിടത്തും തോറ്റിട്ടില്ല, ഇനി തോക്കാനും പോകുന്നില്ല. വെറുതെ ഓരോ കാര്യങ്ങളിൽ വാശി പിടിച്ച് അത് ആദർശവും തന്റെ സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞിരുന്നാ ഒടുവിൽ പട്ടിണി കിടന്ന് ചത്തുപോകും. എല്ലാവർക്കും സമ്പാദിക്കാനും രക്ഷപ്പെടാനും എല്ലാം ഈശ്വരൻ അവസരം തരും. അത് മുതലാക്കാൻ അറിയാത്തവൻ എന്നുള്ളതുകൊണ്ട് ഗതികെട്ടി ജീവിക്കേണ്ടി വരും. അവരുടെ വിധി അതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആദർശ് പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. സൂരജിനെ രക്ഷിക്കാൻ കൊടുത്ത 1 കോടി രൂപ അവര് തിരിച്ചു തന്നു. ഇപ്പൊ കമ്പനിയുടെ വിഹിതവും വേണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാ? അബി, ഇതിലൊന്നും ആരും മനസ്സാലെ ചെയ്തതല്ല. ആദർശ് സൂരജിനെ രക്ഷിക്കാൻ പണം കൊടുത്തത് മീരയെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യിക്കാനാ. പിന്നെ കമ്പനിയുടെ വിഹിതം കൊടുത്തത് ഞാൻ അത്രയും നിർബന്ധിച്ചതുകൊണ്ടാ. ആന്റി പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തല്ലോ. ചെയ്തതൊന്നും അവൾ സ്വീകരിച്ചില്ലല്ലോ. അവിടെയാണ് നീ അവളെ മനസ്സിലാക്കേണ്ടത്. നഷ്ടപ്പെടുത്തുന്നതിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ല. ഇനിയൊരിക്കൽ അത് വേണമെന്ന് കൊതിച്ചാലും നിനക്ക് തിരിച്ചു കിട്ടില്ല എന്ന് നീ മനസ്സിലാക്കണം. ഇതൊന്നും ആദർശനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചേച്ചി. ഞാൻ പല രീതിയിൽ അതൊക്കെ പറഞ്ഞതാ. നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ കേടാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിച്ചാലും പിന്നെയും ഞങ്ങൾ കുറ്റം കേൾക്കണം. മീര അവളുടെ വീട്ടുകാരും മഹാന്മാരാവുകയും ചെയ്യും. ഇതൊന്നും ശരിയല്ല. ഞങ്ങൾ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കുമെങ്കിൽ ഇതുവരെയുള്ളതെല്ലാം മറന്ന് മീരെ നീ തിരിച്ചു വിളിച്ചോണ്ട് വാ.